നമ്മൾ ഈ കാസർഗോഡ് മിക്ക വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഉരുളിയിൽ പോരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നീർദോശ ഉണ്ടാക്കുന്ന ആ ഒരു മാവ് കൺസിസ്റ്റൻസി ഇല്ലേ, അതേപോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് പച്ചരി തലേദിവസം പൊതിർത്തിച്ച് അരക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ട് ഇതാ ഇങ്ങനൊരു ടെക്സ്റ്റിൽ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ച നീരുള്ളി വേണം, പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് അരിഞ്ഞു വെച്ച കറിവേപ്പിലും വേണം. ഇനി ഒരു ഉരുളി എടുത്തിട്ട് അതിൽ ആവശ്യത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ചധികം വേണം കേട്ടോ ഈ ഒരു ഡിഷ് ആക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഈ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. ഈ തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇനി ഇങ്ങനെ മൊരിയുമ്പോൾ കുറച്ചൊന്ന് പരത്തിയിട്ട് നമുക്ക് അതിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അധികം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. വേഗം കരിയണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ ടേസ്റ്റ് ഉരുളിൽ പോകുന്നത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മ ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മീൻകറീൻ്റെ കൂടി നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ഇട്ടാൽ വേറെ കറികളൊന്നും വേണ്ട. ആ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. താങ്ക്